ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പച്ച മാങ്ങയുടെ അച്ചാറാണ്. വളരെ ടേസ്റ്റ് ആയിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഇതിൽ വെളുത്തുള്ളി, കായം, ഉലുവ വറുത്ത് പൊടിച്ചത് ഇതൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റായിട്ട് നല്ല ഒരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും കാണുക. നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ മാങ്ങ ചെറിയ കുഞ്ഞായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായത് കായം പൊടിച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലോട്ട് ഈ മാങ്ങകൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഞാനൊരു 5-6 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ്, അതും അതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. ഞാനത് കായം പൊടിച്ചത് പാക്കറ്റിൽ കിട്ടുന്ന ഈ ടിന്നിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കായം എത്രത്തോളം ചേർക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടെയുള്ളൂ. ചിലർക്ക് കായത്തിൻ്റെ ഫ്ലേവറൊന്നും അധികം ഇഷ്ടമല്ല, പക്ഷേ ഇതിൽ അതൊന്നും അറിയത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. കായവും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് 2 കൊത്ത് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിതിനെ ഒരു അടപ്പ് കൊണ്ട് അടച്ച്, ഞാനിവിടെ ഒരു വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒരു രാത്രി മൊത്തം ഞാൻ ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഉപ്പും കായവും ഇതിലോട്ട് പിടിച്ച്, ചെറിയ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആവും. നിങ്ങൾക്ക് കുറഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞ് എങ്ങനെ വേണോ ഇത് അച്ചാർ തയ്യാറാക്കാം. പിറ്റേ ദിവസമാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത് തുറന്നിട്ടുണ്ട് അടപ്പ്. അതിലോട്ട് കണ്ടോ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇതിനെ നമുക്ക് ഒരു അരിപ്പിലോട്ട് ഈ മാങ്ങ മാത്രം സെപ്പറേറ്റ് ആക്കാം. ഒന്ന് അരിച്ച് വെക്കുക. ഇതിൻ്റെ വെള്ളം സെപ്പറേറ്റ്, മാങ്ങ സെപ്പറേറ്റ് ആക്കി വയ്ക്കാം. ഈ സമയം ഈ മാങ്ങ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അച്ചാറിടുന്നതിന് മുന്നേ ഒക്കെ. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പിലോട്ട് വെച്ചിരിക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. അടുത്തതായി ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് അച്ചാറിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് മസാലപ്പൊടികളുണ്ട്. അതിന് നമുക്കൊരു പ്ലേറ്റിലോട്ട് ആദ്യം എടുത്ത് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, വലിയ ജീരകപ്പൊടി. ഇത് ഇത്രയും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി, കറിവേപ്പില ഈ കൂട്ടിലോട്ട് ഈ പൊടികളൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാങ്ങയിൽ നിന്ന് കുറച്ച് ഇത് കിട്ടിയല്ലോ വെള്ളം, അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണാണ് ഉലുവ വറുത്ത് പൊടിച്ചത് ഇതിൽ ചേർക്കുന്നത്. നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ട് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇത്രയും തിള മതിയാകും. ഇനി നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മാങ്ങ അരിച്ച് വെച്ചിരിക്കുന്നതിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്കിനി തീയുടെ ആവശ്യമില്ല, ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് കായം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അച്ചാർ തയ്യാറായിട്ടുണ്ട്. 1/2 കിലോ മാങ്ങയ്ക്ക് ആവശ്യമായ പൊടിയും വെള്ളമൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അച്ചാറാണ്. ഇതിനെ നമുക്ക് ഒരു രാത്രി ഇതുപോലെ തന്നെ ഒന്ന് അടപ്പ് വെച്ച് അടച്ച് വെക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നല്ലതുപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അച്ചാർ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.